എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്ന സമയത്തായിരുന്നല്ലോ അങ്ങോട്ടേക്ക് ഷെയ്റ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഷെയ്റ ആണെങ്കിൽ ഡ്രേക്കിൻ്റെ അടുത്ത് നല്ല അധികാരത്തോടു കൂടി സംസാരിക്കുന്ന രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആലിസ് ചോദിക്കുന്നുണ്ട് ഇത് ആരാന്നുള്ള രീതിയിൽ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നീ എന്തിനങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വൈഫാന്നുള്ള രീതിയിലൊക്കെ ഷെയ്റ അവിടെ കിടന്ന് നാടകം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഷെയ്റ ആണെങ്കിൽ അവിടുന്ന് ഭയങ്കര ഓവറാക്കിയിട്ട് ബേബി എനിക്ക് ഉറക്കം വരുന്നില്ല, ദയവ് ചെയ്ത് എൻ്റെ ഒപ്പം വന്ന് കിടക്കുന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവനായിട്ട് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഷെയ്റ തന്നെ നാടകം കളിച്ച് അവിടെ വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഡ്രേക്ക് അവളെ പിടിച്ചിട്ട് അവിടുന്ന് എണീപ്പിച്ചിട്ട് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഡ്രേക്കിൻ്റെ ആലിസിനാണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇവളാണെങ്കിൽ എന്തുവാ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര രീതിയിൽ സങ്കടപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് തുടങ്ങിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. നേരെ അവിടെ അടുത്തുള്ള ഒരു കഫേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെയാണെങ്കിൽ ഇവൾ വന്നിരിക്കുന്ന സമയത്ത് ട്രിപ്പ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് വരുന്നത് അവിടെ എന്നുള്ള രീതിയിൽ ഇവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും എന്താ മാഡം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ, ജ്യൂസ് വേണമെന്നുള്ള രീതി ചോദിക്കുമ്പോൾ ഓ നീ ഇനി കുടിച്ച ആ ജ്യൂസ് ഞാനും കൂടെ സിപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ മാഡത്തിന് പ്രശ്നം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് എനിക്ക് എന്താണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവൻ വേറൊരു ഗേളിനോട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഓ നിങ്ങൾ ഗേൾസ് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്, ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഓരോ രീതിയിൽ പെരുമാറല്ലോ എന്നുള്ള രീതിയിൽ. അതിനിടയിൽ അവനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവൻ്റെ ബോഡിക്ക് അവൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ ഫേസിലേക്ക് നോക്കുന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരം വീണ്ടും ഡ്രേക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. കാരണം ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അല്ല ഒരു വൈഫ് എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ശരിക്കും നടന്നെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു കാലൊളിപ്പിപ്പോൾ അവനൊന്ന് അവളെ പിടിച്ചിട്ട് തിരിച്ചാണ് അവൻ്റെ റൂമിലേക്ക് കൊണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഇത്രേ പ്രശ്നമുള്ളൂ, നീ വെറുതെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഡ്രിപ്പ് അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് സംഭവം അറിയില്ല, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ, അതൊന്നല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ആലീസ്. എന്നിട്ടാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു ധൃതിയിലായിരുന്നു. സോ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവ കൊണ്ടാക്കാൻ പറയുമ്പോൾ അവൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫൈനലി ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ആ സ്പീഡും കാര്യങ്ങളും ദേഷ്യമായതിന് ശേഷം ഇങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു അവനോടൊപ്പം പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര ഫണ്ണായിട്ടൊക്കെ അവൻ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം സ്പീഡിൽ ഓടിച്ച കാരണം ഇവരാണെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് പോലെയാണ് ബിഹേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഈ അടിയൊന്നും അതിലും അധികം കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ പിന്നെ ചെറിയൊരു നാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ വീട്ടിലെത്തിയ സമയത്താണെങ്കിൽ അങ്ങോട്ട് ഡ്രേക്ക് വരുന്നുണ്ടായിരുന്നു. നീ ഇതുവരെ എവിടെയായിരുന്നു, നീ എന്തിനാ അവിടെ നിന്ന് പോയതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് നിൻ്റെ ആ വൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇതിൽ അവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രേക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് അവൾ വീണപ്പോൾ ജസ്റ്റ് കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം, നീ ഇത്രയ്ക്ക് ഇങ്ങനെ സില്ലി ആയിട്ടുള്ള ഗേൾസിനൊന്നും തീരെ ഇഷ്ടമല്ല, കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് ലൈക്ക് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗേൾസിനെ ഇഷ്ടം, നീ അങ്ങനെയാണ് അതുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടത്, എനിക്ക് നീ മാത്രം മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവൾ ഹഗ് ചെയ്തിട്ട് കിസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇവൾ മാത്രം മതി പറഞ്ഞപ്പോൾ നല്ല ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും മറ്റുള്ള പെരുമാറ്റവും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവൾ പറയുന്നുണ്ട് എനിക്കതൊന്നും അത്ര ഇഷ്ടമാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ ഒരു ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കൊട്ടിയിട്ട് നമ്മുടെ ആലിസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഷെയ്റ വന്നിട്ട് നീ എങ്ങോട്ടാണ്, നീ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നുള്ള രീതിയിൽ, നിൻ്റെ ഹസ്ബൻഡോ, ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഞങ്ങൾ ഡ്രേക്കിന് പോകാമെന്ന്. അപ്പോൾ ഡ്രേക്ക് ഒരു ഡേറ്റിന് വരിക, സോ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമില്ല, നീ ഒന്ന് വിളിച്ച് നോക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഞങ്ങൾ ഡേറ്റിന് പോകാൻ വന്നത്, ആ ഡേറ്റിന് പോയിരിക്കുന്നത് തന്നെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടൊക്കെ ഡ്രേക്ക് വരുന്നുണ്ടെന്ന് ആരാ ചോദിക്കുമ്പോൾ തന്നെ ഗേൾ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ഇവൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് വീടിൻ്റെ അകത്തേക്ക് ആ റൂമിൻ്റെ അകത്തേക്കാണെങ്കിൽ നമ്മുടെ ആലിസിനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലിസ് അവളോട് തിരിച്ച് പറയുന്നുണ്ട് പറഞ്ഞില്ലേ ഡ്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഞാൻ എന്നുള്ള കാര്യം. അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ ട്രിപ്പിൻ്റെ ബുക്സ് അല്ലേ എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ട്രിപ്പ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്, നാളെ നമുക്കൊരു ബുക്കിൻ്റെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആർട്ട് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയില്ല, എനിക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നിനക്കൊന്ന് വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ വരുമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ പെട്ടെന്ന് ഇമോഷൻ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ വരാമെന്നുള്ള രീതിയിലൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കോൾ കട്ട് ചെയ്തതിന് ശേഷമായിരുന്നു ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മൾ ഡ്രേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവനെ കുറച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ആ ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് പോയിട്ട് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്ത് ഭംഗി നിന്നെ കാണുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ ഭംഗി കണ്ടിട്ടാണോ വീണത്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഭംഗി ജസ്റ്റ് ഒരു ബോണസും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവനാണെങ്കിൽ കൈയൊക്കെ പിടിച്ചിട്ട് പോവാം, നമ്മളെപ്പോഴും നോർമലായിട്ടല്ലേ പോകുന്നു, കുറച്ചും കൂടെ ഒരു കപ്പിൾസിൻ്റെ ഒക്കെ പോലെ പോകാമെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നു അവർ പോകുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ നേരെ പുറത്തിറങ്ങിയിട്ട്
ആ ഒരു ലിഫ്റ്റിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് വേറൊരു അതിഥി വരുന്നുണ്ടായിരുന്നു. വേറെ ആരില്ല, ഷെയ്ർ ഇവർ പുറത്തേക്ക് പോവുകയാണോ ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഓടി ചെന്ന് ഡ്രേക്കിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രേക്കിനാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആലിസിൻ്റെ കാര്യം പറയേ വേണ്ടല്ലോ, ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒരു രണ്ടുപേരും ഫ്രണ്ട് സീറ്റിലിരിക്കാൻ വേണ്ടി ഓടുന്നുണ്ടെങ്കിലും ഫൈനലി ആലീസ് തന്നെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവളാണെങ്കിൽ ബാക്കിലായിരുന്നു പോയിരിക്കുന്നുണ്ടായിരുന്നത്. കൂടാതെ ഡ്രേക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ടാറിന് എന്തോ പ്രശ്നമോ കാര്യങ്ങളുണ്ട്, ഒന്ന് ദയവേത് നോക്കുന്നുള്ള രീതിയിൽ നമ്മുടെ ഷീറേനോട് പറയുമ്പോൾ ഷീറേനെ അവിടെ നിർത്തിയിട്ട് അവൻ വേഗം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആലിസ് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്കും ഇതൊക്കെ നോക്കാൻ അറിയാമെന്നുണ്ട്, പക്ഷേ നൈസായിട്ട് അവൾ ഒഴിവാക്കാനുള്ള ഒരു പണിയായിരുന്നു. അപ്പോൾ അവൾ ഡ്രേക്കിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അവൾ ഇനി പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലെന്ന്. അതൊക്കെ സില്ലിയായിട്ട് മാറ്റാൻ പറ്റും, പക്ഷേ നീ എന്നോട് സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇവളാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് അവിടെ കയറി ഫുഡ് കഴിക്കണം ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡായിട്ടൊക്കെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർ എത്തിയതിന് ശേഷം ഇവനാണെങ്കിൽ നൂഡിൽസ് ആട്ടോ, ഒരുപാട് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവനാണെങ്കിൽ നൂഡിൽസാണ് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവന് നൂഡിൽസ് ഇത്ര ഇഷ്ടമാണോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് മദർ നല്ല രീതിയിൽ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ കുറച്ച് സ്പെഷ്യൽ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇവന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇവരാണെങ്കിൽ ഓരോ റൈഡ്സിലും കയറുന്നുണ്ടായിരുന്നു. ഈ ഒരു ബോക്സിങ്ങിലാണെങ്കിൽ ഇവിടെ മാക്സിമം ദേഷ്യവും കാര്യങ്ങളും ആർക്കിട്ട് കൊടുക്കാനോ അത് രീതിയിൽ തന്നെ മേ ബി ഷെയറൊക്കെ ആയിരിക്കാം, അങ്ങനെ തന്നെ അവിടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഇങ്ങനെ ജമ്പിങ്ങിലൊക്കെ പോയ സമയത്ത് ഇവൾ അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ഇവളുടെ പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇവൾ ഭയങ്കര ചിരിച്ചിട്ട് ഭയങ്കര ഹാപ്പിയായി നിൽക്കുമ്പോൾ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കിസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കിസ്സ് കൊടുത്തിട്ടാണെങ്കിൽ അവിടെ നിന്നിരുന്ന ഒരു ലേഡി ആണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് എയർ ഡ്രോപ്പ് ചെയ്തിട്ട് അവന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഇവൾ ഭയങ്കര സന്തോഷത്തോട് കൂടി ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആലിസ് ആണെങ്കിൽ മറ്റേ ഫോണിൽ നിന്ന് കാര്യങ്ങളൊക്കെ പിടിച്ച് അവളോട് പറഞ്ഞിട്ട് തന്നെ ഡിലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഉണ്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ആയ അവിടെ ഉണ്ടായിരുന്നു, ആയ്ക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു ആർക്കോ മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ടായിരുന്നു, വേറെ ആരുടെ ട്രിപ്പാണ് നാളെ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഡ്രേക്ക് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ആലീസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ആയി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്നുള്ള കാര്യം, പക്ഷേ എനിക്ക് അത്ര തോന്നുന്നില്ല, എൻ്റെ ഒപ്പം പഠിക്കുന്നവർക്ക് ഇൻ്റലിജൻസ് ആണ്, ഞാൻ മാത്രം ഇവിടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിമ്പിളാണ് ഫാഷൻ ഡിസൈൻ വിചാരിച്ചിട്ട് തീർത്തത്, പക്ഷേ നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ആനൊരു കോൾ വരുന്നുണ്ടായിരുന്നത് അതുപോലെ ഗെൻറ്റിൻ്റെ അതുപോലെ തന്നെ ഷീൻ്റെ ആയിരുന്നു, വേഗം പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആലിസ് ചിന്തിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ എന്തോ ഒരുമാതിരി വൃത്തിയും കാര്യങ്ങളും ഇല്ലാതെ നടന്നിരുന്ന ആളാണ് ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ വേറൊരാൾ വരുന്നുണ്ടായിരുന്നു, വേറെ ആരുമല്ല നമ്മുടെ ആലിസിൻ്റെ ബയോളജിക്കൽ ഫാദർ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, കണ്ടതിന് ചോദിച്ചിട്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, സ്കൂളിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടെ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊരു ബേബീനെ കാണണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിലൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പുതിയൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബേബി ഇല്ല, സോ അതാണ് അവളുടെ ആഗ്രഹം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു മെയ്ഡ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ട്രിപ്പ് കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഫ്രണ്ടാണെന്നുള്ള രീതിയിലൊക്കെ ഡാഡിനോട് പറയുന്നുണ്ടെങ്കിലും ഡാഡിന് ട്രിപ്പിനെ കണ്ടപ്പോൾ വേഗം തന്നെ മനസ്സിലായി ഇവർ രണ്ടുപേരും മുന്നേ പരിചയമുള്ള ആൾക്കാരായിരുന്നു. സോ ആ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാദറിനാണെങ്കിൽ ട്രിപ്പിനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ആരുമില്ല, ഈ ഒരു രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ്, ഈ ഒരു ഫാദറിൻ്റെ ബിസിനസ് പാർട്ട്ണറിൻ്റെ മകനാണ് ഈ ഒരു ട്രിപ്പ് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം അവളിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവനെ വലിയ കാര്യമാണ് ഈ ഒരു അങ്കിളിന്, നമ്മുടെ ആലിസിൻ്റെ സ്വന്തം ഫാദറിന് വലിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആലിസ് ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇവനെ വീഴ്ത്താനുള്ള ഒരു നോട്ടോ കാര്യങ്ങളൊക്കെ പോലെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ. ഇവനാണെങ്കിൽ ബൈക്ക് മാറ്റി ലേറ്റ് ആയതിനും ഒരു മേട്ടവും കാര്യങ്ങളൊക്കെ നമ്മുടെ ആലിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ബൈക്ക് മാറ്റിയിട്ട് ഒരു കാർ എടുക്കാൻ പോയതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു കാറൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ ഡ്രേക്കിൻ്റെ അത്ര പോരാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഡ്രേക്കിനെ അതുപോലെ തന്നെ ഫാദറിനെയാണ്. ഇവർ ഫാദർ ചോദിക്കുന്നുണ്ടായിരുന്നു നീയും ട്രിപ്പും തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർന്നോ, ട്രിപ്പാണെങ്കിൽ നിൻ്റെ അടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത്, നീ അവനെ കാണലുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഇവരെ സംസാരം കാര്യങ്ങളും തീരെ ഇഷ്ടമാവില്ല, ട്രിപ്പിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഡാഡ് ചോദിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ പ്രശ്നം എന്താണ്, നീയും ട്രിപ്പുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ, അതിന് കാരണം ഷെയറല്ലേ, നീ അതൊക്കെ 6ാം ക്ലാസ്സിലുണ്ടായിരുന്ന സംഭവങ്ങളല്ലേ, അതൊന്നും നിങ്ങൾ ഇതുവരെ വിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കാണാം
അവ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഒരു ഗ്ലോസറി ഷോറൂമാണ്. സോ അവിടെയാണെങ്കിൽ നമ്മുടെ ഷെയ്റ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡ്രേക്കും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളെങ്കിൽ ഭയങ്കര ഓവറായിട്ട് അവനോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ നിൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല അവളെ, നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പ്രത്യേകിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാമായിരുന്നു നീ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും, നീ അവൾ ജസ്റ്റ് ടൈം പാസ് ആയിട്ട് കാണുന്ന രീതിയിലൊക്കെ അവൾ ഭയങ്കര ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ട്രിപ്പിന് അതുപോലെ തന്നെ ആലിസിനെയാണ്. ഇവരാണെങ്കിൽ ആർട്ട് എക്സിബിഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടമാവുന്നുണ്ട്. അതവ പറയുന്നുണ്ട്, വരാൻ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ നല്ല ഇഷ്ടമാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അറിയാതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് നല്ല ചില്ലടിച്ച് വരുന്ന സമയത്ത് ഇവൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രേക്കിനെയും ഷെയ്റേനെയും കാണുന്നുണ്ടായിരുന്നു. ഷെയ്റയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഇവനും ഹാപ്പി ആയിട്ടേ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും നോക്കുന്നത്, രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട്. പരസ്പരം കണ്ടു കഴിഞ്ഞിട്ട് കൂടെ ഇവർ നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു കാറ് കയറി പോകുന്നതും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തൊന്ന് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.